ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞങ്ങളപ്പോൾ ഇന്ന് ഒരു ട്രിപ്പ് പോവുകയാണ്. ട്രിപ്പ് എന്ന് വെച്ചാൽ വലിയൊരു ട്രിപ്പൊന്നും അല്ല, ബട്ട് ഒരു 2 days ട്രിപ്പ്, ഒരു ചുമ്മാ ഒരു ഔട്ടിങ് പോലുള്ളൊരു ട്രിപ്പ്. ഞങ്ങളൊരു 2 days മാത്രമേ പ്ലാൻ ചെയ്തിട്ടുള്ളൂ. ഞങ്ങളങ്ങനെ പോകാൻ വേണ്ടി തീരുമാനിച്ച് രാവിലെ എഴുന്നേറ്റ് കുളിച്ച് റെഡിയായി പുറത്ത് വന്ന് നോക്കിയപ്പോൾ എന്നത്തേക്കാളും മഞ്ഞിന്ന്, ഭയങ്കര മഞ്ഞെന്ന് വെച്ചാൽ നല്ല മഞ്ഞ്. അയ്യോ, ഇതിന് പോകാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള കൺഫ്യൂഷനൊക്കെ ആയിരുന്നെങ്കിലും നമുക്ക് മഞ്ഞിനേക്കാൾ വലുത് നമ്മുടെ ട്രിപ്പാണല്ലോ. അതുകൊണ്ട് ട്രിപ്പ് കടക്കാൻ എന്തായാലും മനസ്സിലാത്തതുകൊണ്ട് ഞങ്ങൾ ആ മഞ്ഞിലൂടെ തന്നെ പോകാൻ തീരുമാനിച്ച് അങ്ങനെ റെഡിയായി ബാഗെല്ലാം പാക്ക് ചെയ്തിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു കാറിന് വേണ്ടിയിട്ട്. അങ്ങനെ കാറും വന്ന് താഴോട്ട് ഇറങ്ങി നോക്കിയപ്പോഴാണ് നമ്മൾ മുകളിൽ നിന്ന് കാണുന്ന പോലെയല്ല മഞ്ഞിലോട്ട് ഇറക്കുമ്പോൾ അത് മനസ്സിലായത്. അടുത്ത് നിൽക്കുന്ന ഒരു സാധനം പോലും പ്രോപ്പറായിട്ട് കാണാൻ പറ്റുന്നുണ്ടായില്ല, അത്ര മഞ്ഞുണ്ടായിരുന്നു. ആക്ച്വലി ക്യാമറയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കണം, അത്രത്തോളം മഞ്ഞുണ്ടായിരുന്നു. ഈ ക്യാമ്പസിൻ്റെ കുറച്ച് ഓപ്പോസിറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവത്തില്ല, അത്രയും തണുപ്പും അത്രയും മഞ്ഞുണ്ടായിരുന്നു. ബട്ട് നമുക്കിതൊന്നും ഒരു പ്രശ്നമല്ലല്ലോ. പിന്നെ ഞങ്ങളങ്ങനെ നേരെ ലക്നൗവിലോട്ട് വിട്ടു. വേറെ ലക്നൗ പോകാനായിരുന്നു ആക്ച്വലി ഞങ്ങളുടെ പ്ലാൻ. സോ അങ്ങോട്ടേക്ക് തന്നെ പോകാമെന്ന് വിചാരിച്ച് ഫസ്റ്റ് അങ്ങോട്ട് പോകുന്ന വഴി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഞങ്ങളൊരു ഹോട്ടലിൽ നിർത്തി. ഒരു ധാബയായിരുന്നു, അവിടെ നിർത്തി ബ്രേക്ക്ഫാസ്റ്റും ചായയും കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെയുള്ള ആൾക്കാരൊക്കെ ഞങ്ങൾ മലയാളം സംസാരിക്കുന്നുണ്ടിട്ടാണോ എന്നറിയില്ല, ഞങ്ങളെയൊക്കെ ഇങ്ങനെ ഒരു അന്യഗ്രഹ ജീവികൾ എന്ന ഒരു രീതിയിലായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. ഇവിടെയുള്ള ആൾക്കാരൊക്കെ മോസ്റ്റ്ലി ഇങ്ങനെ തന്നെയാണ് കേട്ടോ. നമ്മൾ ലാംഗ്വേജ് വേറെ ആയതുകൊണ്ടാണോ ഇനിയിപ്പോൾ ഡ്രസ്സിങ്ങും എല്ലാം വേറെ ആയതുകൊണ്ടാണോ എന്നറിയില്ല, അവർ നമ്മളെങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കും നമ്മളെന്താ സംസാരിക്കണേ, എന്നിട്ട് നമ്മളെക്കുറിച്ച് ഇങ്ങനെ കമൻ്റ് അടിക്കും. അവരുടെ വിചാരം നമുക്ക് ആ ലാംഗ്വേജ് മനസ്സിലാവില്ല, ബട്ട് നമുക്കെല്ലാം അറിയാം. ബട്ട് നമ്മൾ റിയാക്ട് ചെയ്യൊന്നുമില്ല, ഒരു ഫൺ എന്ന രീതിയിൽ എടുക്കും. അവരിങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കും, അതാണ് അവരുടെ ഒരു പ്രത്യേകത. നമ്മൾ നോക്കണ്ടേ എന്ന് മനസ്സിലാക്കിയാൽ പോലും അവരത് കണ്ണെടുക്കത്തില്ല, അവരങ്ങനെ നമ്മളിങ്ങനെ സൂക്ഷിച്ച് നോക്കണം. അതൊന്നും നമ്മുടെ ഒരു കാര്യമല്ല എന്നുള്ളത് ഞങ്ങൾ നേരെ വണ്ടി കയറി ലക്നൗ എത്തി. ഗായ്സ്, നമ്മളവിടെ നേരെ പോയത് റൂമിലോട്ടാണ് കേട്ടോ. കുറച്ച് 2-3 hours ട്രാവൽ ചെയ്ത് വന്നതുകൊണ്ട് കുറച്ച് ക്ഷീണവും പിന്നെ റിഫ്രഷ് ആവാനൊക്കെ ഉണ്ടായിരുന്നു. സോ നമ്മൾ റൂമിൽ പോയി തിങ്സ് എല്ലാം അവിടെ വെച്ച ശേഷം നമ്മൾ നേരെ ഒരു ഓട്ടോ എടുത്ത് പോയിക്കൊണ്ടിരിക്കും. വേറെ ഇങ്ങോട്ടേക്കല്ല, നമ്മുടെ സ്വന്തം ലുലു മാൾ. ഈ ലുലു മാൾ എന്ന് പറഞ്ഞാൽ തന്നെ ഒരു പ്രത്യേകത, ഒരു വൈബാണല്ലോ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു വന്നാൽ പിന്നെ കുറച്ച് ഷോപ്പിങ്ങും ഫുഡെല്ലാം ഇവിടെ തന്നെ ആവാമെന്ന്. നേരെ ലുലു മാൾ പോയി കുറച്ച് ഷോപ്പ് ചെയ്തു. പിന്നെ ഫുഡ് പിന്നെ എവിടെ പോയാലും മെയിൻ ആയതുകൊണ്ട് ഞങ്ങൾ ഫുഡിലോട്ടാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തത്. അതിനുശേഷം അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഓൾമോസ്റ്റ് ഒരു 7:30 ആയിട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ ഇറങ്ങി സ്ട്രീറ്റിലൂടെ കുറച്ച് നടന്നു. പിന്നെ അവിടുത്തെ സ്ട്രീറ്റും കുറച്ച് കാര്യങ്ങളെല്ലാം കണ്ടു. അവിടെ നിന്ന് കുറച്ച് ഫുഡൊക്കെ കഴിച്ച് പിന്നെ നേരെ പോയത് ഞങ്ങൾ റൂമിലോട്ടാണ്. ഇന്നിപ്പോൾ അത്രയേ ഉള്ളൂ ഗായ്സ്. സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ.